സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ മന്ത്രിസഭാ തീരുമാനം. പരിഷ്കരിച്ച ശമ്പളം അടുത്ത മാസം മുതൽ ലഭ്യമാകും. 2014 ജൂലൈ 1 മുതൽ മുൻകാല പ്രാബല്യം ലഭിക്കും. 8000 കോടിയുടെ അധിക ബാധ്യത സർക്കാരിനുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. പെൻഷൻകാർക്ക് മെഡിക്കൽ ഇൻഷുറൻസ് നടപ്പാക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അധ്യാപക പാക്കേജും രണ്ടും ഇന്ന് ക്യാബിനറ്റ് ചർച്ച ചെയ്ത് തീരുമാനമെടുത്തു. ശമ്പള പരിഷ്കരണവും പെൻഷനും 1/7/2014 മുതൽ മുൻകാല പ്രാബല്യത്തോടു കൂടി നടപ്പിലാക്കും. അതായത് കഴിഞ്ഞ ശമ്പള കമ്മീഷന്റെ മന്ത്രിസഭാ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. ജമ്പ് ഒരു ഈ സ്കീമിന് താഴെയുണ്ട്. അതിന്റെ മേലോട്ട് ജമ്പ് അനുവദിക്കുന്നില്ല. 24,040 31,840 ആ സ്കെയിൽ വരെ ഉള്ളവർക്ക് അവരുടെ ഈ ഗ്രേഡിലെ മാറ്റം ജമ്പ് അത് ഒന്നായിട്ട് ചുരുക്കുന്നു. ഒരു ലെവൽ അതായത് 2 ജമ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നാക്കും. ആ സ്കെയിൽ പറയാം. 24,040 മുതൽ 31,840 വരെയുള്ള സ്കെയിലാണ്. അത് അണ്ടർ സെക്രട്ടറി വരെയുള്ള സ്കെയിലാണ്. 38,840. ഇത് കഴിഞ്ഞ് ഇതിന്റെ കോപ്പി തരികയും ചെയ്യാം. അതെ, അത് താഴത്തെ ഒന്നാമത്തെ സ്കെയിൽ തൊട്ട് മുകളിലോട്ട് അല്ലേ. അവർക്കെല്ലാം ഒരു ഹൈക്ക് കൊടുക്കും. ഇതിന് മേലേക്കുള്ളവർക്ക് ഇപ്പോൾ ഉള്ള കണ്ടിന്യൂ ചെയ്യും. പുതിയ ഹൈക്കുകളൊന്നും കൊടുക്കുകയില്ല. അല്ല, ഈ സ്കെയിലിന് താപ്പോട്ടുള്ള സ്കെയിൽ വരെ ഉള്ളവർക്ക് ഒരു ഹൈക്ക് കൊടുക്കും. അതിന് മേലോട്ടുള്ളവർക്ക് ഹൈക്കില്ല. ഇപ്പം നടപ്പിലാക്കുന്നവർക്ക് നടക്കും. അപ്പം ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഹൈക്കൊക്കെ കമ്മീഷനകത്ത് വന്നിട്ടുണ്ട്. അത് നമ്മളൊരു ഇതായിട്ട് വരും. എല്ലായിടത്തും അല്ല, ചിലയിടത്തൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിന്ന് എല്ലാം ഒരേ രീതിയിൽ ഏകീകരിച്ചു. മൂന്നാമത്തെ മാറ്റം, ഈ നിലവിലുള്ള ഹയർ ഗ്രേഡുകൾ അതേപടി നിർത്തി. അത് ആ ഗ്രേഡുകളിൽ മാറ്റം വരുത്തിയത് നമ്മൾ അംഗീകരിച്ചിട്ടില്ല. ഈ 3 ഭേദഗതി മാത്രമാണ് കമ്മീഷന്റെ റിപ്പോർട്ടിൽ നിന്നും മാറ്റം വരുത്തിയത്. ഇത് ആദ്യത്തത് ഈ 1/7/2014 മുമ്പ് കയറിയിട്ടുള്ള ഒരു ജീവനക്കാരെയും ബാധിക്കുന്നതല്ല. രണ്ടാമത്തത് ഈ വന്നിട്ടുള്ളത് ഈ അണ്ടർ സെക്രട്ടറിയുടെ അവിടം വരെയുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്രേഡ് ഒരു ജമ്പ് അത് ഒന്നായിട്ട് ചുരുക്കി. ചിലടത്ത് ഒന്നിൽ കൂടുതൽ പറഞ്ഞിരുന്നു, അത് മാത്രം ചുരുക്കി. അതിന്റെ പ്രത്യേക കണക്ക് എടുത്തിട്ടില്ല, പക്ഷേ ഒരു റഫ് കണക്കേ ഉള്ളൂ. അത് ഷെയർ ചെയ്യാം. അത് ഈ 3 കാര്യം കൊണ്ട് ആകെ കിട്ടുന്ന ഗെയിൻ 900 കോടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ 8,122 എന്നുള്ളത് 7,222 കുറയും എന്ന് പറഞ്ഞതാണ്. അതായത് ഈ 1/7/2014 ശേഷം എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ടാവും? 30 to 40. ഇതിൻ്റെ മിനിമം ആനുകൂല്യം 2,000 രൂപയും പരമാവധി ആനുകൂല്യം 12,000 രൂപയായിരിക്കും. ഇവര്
ഈ അലവൻസുകൾ, വീട്ടുവാടക അലവൻസ്, സിറ്റി കോമ്പൻസേറ്ററി അലവൻസ് തുടങ്ങിയ മുഴുവൻ അലവൻസുകളും കമ്മീഷൻ ശുപാർശ ചെയ്ത അതേ നിരക്കിൽ നൽകും. സ്പെഷ്യൽ അലവൻസും റിസ്ക് അലവൻസും. സ്പെഷ്യൽ അലവൻസും റിസ്ക് അലവൻസും ശുപാർശയ്ക്കുപരിയായി 10% വാർഷിക വർധനവ് അനുവദിക്കും. അത് കമ്മീഷന്റെ ശുപാർശയ്ക്ക് അതീതമായിട്ട് കൊടുത്തതാണ്. സ്പെഷ്യൽ അലവൻസ്, റിസ്ക് അലവൻസ്. ഏൺഡ് ലീവ് സറണ്ടർ, LTC തുടങ്ങിയത് അതേ രീതി തുടരും. ഈ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത് എംപ്ലോയീസിന്റെ മെഡിക്കൽ ഇൻഷുറൻസ് മെഡിക്കൽ ഇൻഷുറൻസ് സ്കീം പെൻഷനുകാർക്ക് മാത്രം അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ. മറ്റവർക്ക് എല്ലാ ഇതും ഉണ്ടല്ലോ. ജീവനക്കാർക്ക് റീഇംബേഴ്സ്മെന്റും കാര്യങ്ങളെല്ലാം. പെൻഷൻ നിർണയത്തിൽ കമ്മീഷൻ സമർപ്പിച്ച ശുപാർശകൾ അതേപടി അംഗീകരിച്ചു. ശമ്പളത്തിന് 12% ഫിറ്റ്മെന്റ് ബെനിഫിറ്റ്, മിനിമം ബെനിഫിറ്റ് 2000 രൂപ, ഓരോ വർഷ സർവീസിനും 0.5% വെയിറ്റേജ് നൽകും. പൂർണ്ണ പെൻഷനുള്ളത് 30 വർഷത്തിൽ 25 വർഷമായിട്ട് ഏതാ പൂർണ്ണ പെൻഷനുള്ളത് അത് പറയാം. 30 വർഷത്തിൽ 25 വർഷമായിട്ട് കുറയ്ക്കാൻ ഇല്ല. കുറയ്ക്കെന്ന് വെച്ചാൽ പിന്നെ നേരത്തെ ഉണ്ടായിരുന്നത് പോലെ തുടരും. നേരത്തെ എന്തായിരുന്നു അത് തുടരും. അത് മാത്രമാണ്. DCRG പരിധി 7 നിന്ന് 14 ലക്ഷമായിട്ട് ഉയർത്തി. ഏതിനാ? അതില്ല. അത് പിന്നെ പ്രോസ്പെക്റ്റീവായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഉള്ളത് നിങ്ങൾക്കിപ്പം തന്നെ എത്തിച്ചു തരും. പിന്നെ ഉള്ളത് യൂണിവേഴ്സിറ്റി ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും പിന്നെ സംസ്ഥാന ജീവനക്കാരന് അനുസൃതമായി പരിഷ്കരിച്ചു. പാർട്ട് ടൈം ജീവനക്കാരുടെ മിനിമം ശമ്പളം 8,200, 4,250 രൂപയായിരുന്നു. കൂടിയ ശമ്പളം 16,460, 8,400 നിലവിലുള്ളത്. പിന്നെ പെൻഷൻകാരുടെ DCRG 1/7/2014 മുതൽ കൊടുക്കും. ശമ്പള പരിഷ്കരണ ഉത്തരവ് സംബന്ധിച്ച പരാതി പരിശോധിക്കുന്നതിനായി അനോമലി സെല്ലിനെ ചുമതലപ്പെടുത്തും. അതിനു പുറമെ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, കമ്മീഷന്റെ 2ാം ഘട്ട റിപ്പോർട്ടും 1ാം ഘട്ട റിപ്പോർട്ടിലെ മറ്റ് ശുപാർശകളും പരിശോധിക്കുന്നതിനായി ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി അഡീഷണൽ ചീഫ് സെക്രട്ടറി ഫിനാൻസ്, സെക്രട്ടറി P&RD, സെക്രട്ടറി GAD, ചീഫ് സെക്രട്ടറി ഹോം, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹോമും ഉണ്ട്.
ഇനി എക്സ്പെൻഡിച്ചർ സെക്രട്ടറി ഫിനാൻസ് കൺവീനറായിട്ടൊരു കമ്മിറ്റി, ഹൈ ലെവൽ കമ്മിറ്റി. ടൈം ലിമിറ്റ് വെച്ചിട്ടില്ല. അവര് ജീവനക്കാരുമായി സംസാരിച്ച് അവരെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള ഒരു നടപടിയായിരിക്കും രണ്ടാം ഘട്ട ഇതിന് സ്വീകരിച്ചത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ദേശീയ തലത്തിലും സംസ്ഥാനങ്ങളിലും ഉള്ളതെങ്കിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി കൊടുക്കണം എന്നുള്ള ഗവൺമെന്റിന്റെ വ്യക്തമായ കാഴ്ചപ്പാട് കൊണ്ടാണ് ഈ തീരുമാനം സമയബന്ധിതമായിട്ട് തന്നെ എടുത്തത്. ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് കിട്ടിയപ്പോൾ തന്നെ ഗവൺമെന്റ് നിലപാട് വ്യക്തമാക്കിയിരുന്നു. ആ നിലപാട് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. ശമ്പള കമ്മീഷൻ നിർദ്ദേശിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുകയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചെടുക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ശമ്പള കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളും അതേപടി സർക്കാർ നടപ്പാക്കുകയാണ് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്.